ഹായ് ഫ്രണ്ട്സ്, അപ്പിക്കില്ലാടിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുഞ്ഞുണ്ണിയും ഉണ്ണിക്കുട്ടനും ഇന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാങ്ക് ചെയ്യാൻ പോവാണ്. ഉണ്ണിക്കുട്ടനാണ് പ്രാങ്ക് ചെയ്യുന്നത്. അതിന് കുഞ്ഞുണ്ണി എന്താ ഇല്ലാത്തതെന്നായിരിക്കുന്നെങ്കിൽ ആലോചിക്കുന്നത്. എങ്ങനെയെങ്കിലും നമ്മുടെ കൂടെ മാത്രമേ ഉണ്ണിക്കുട്ടൻ നിൽക്കുള്ളൂ. അതുകൊണ്ട് കുഞ്ഞുണ്ണീനെ കൊണ്ട് അവനെ കളിപ്പിക്കാൻ മറ്റേ ഉണ്ണിക്കുട്ടൻ്റെ വീട്ടിൽ അവൻ ഷട്ടിൽ കളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊരു മാലയാണ്. ഇതിൻ്റെ ഉള്ളിലൊരു മാലയുണ്ട്. അത് നമ്മൾ ഇത് സ്വർണ്ണമൊന്നുമല്ല, ഇത് മുക്കുപണ്ടമാണ്. ഇത് ഉണ്ണിക്കുട്ടൻ കണ്ട സ്വർണ്ണമാണെന്ന് വിചാരിക്കുമെന്ന് നമുക്കറിയില്ല. എന്നാലും നമുക്കൊന്ന് പ്രാങ്ക് ചെയ്ത് നോക്കുകയാണ്. ഇനി നമുക്ക് എങ്ങനെ പ്രാങ്ക് ചെയ്യുന്നത് കാണാൻ പറ്റിപ്പോയി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ മാല ഉണ്ണിക്കുട്ടൻ്റെ സ്വർണ്ണമാണോ എന്ന് അറിയാൻ പറ്റൂല. ഇത് സ്വർണം പോലെ ഏകദേശം ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇത് മുക്കുപണ്ടമാണ്. ഞങ്ങൾക്ക് മാത്രം മുക്കുപണ്ടെന്ന് അറിയുള്ളൂ. പക്ഷേ ഉണ്ണിക്കുട്ടൻ ചിലപ്പോൾ മുക്കുപണ്ടം ആണോ എന്ന് ചിലപ്പോൾ വിശ്വസിക്കില്ല. നമ്മളെന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇട്ടോലി എല്ലാവർക്കും അറിയാവുന്ന കളിയായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഇട്ടോലിയാണ് കളിക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ പിന്നൊളിപ്പിച്ച് വെക്കും. അത് ഉണ്ണിക്കുട്ടനും കുഞ്ഞുണ്ണിയും അത് കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ പിന്നൊളിപ്പിച്ച് വെക്കുമ്പോൾ ഇതും അവന്മാർ കണ്ടെത്തും. അപ്പോൾ അവന്മാർ ഓർക്കും ഇത് കള്ളന്മാർ കൊണ്ടുവച്ചായിരിക്കും. അതുകൊണ്ട് ഇത് നമുക്ക് പോലീസിനോടോ അമ്മയോടോ അച്ഛനോടോ ഒന്നും പറഞ്ഞു കൊടുക്കണ്ടെന്ന് അവർ ഓർക്കും. അപ്പോൾ ഉണ്ണിക്കുട്ടൻ ഇങ്ങനെ പേടിക്കും. അപ്പം അവനെ പേടിക്കും. അതാണ് പ്രാങ്ക്. അപ്പോൾ ഇത് കുഴിച്ചിടാൻ പോകുന്നു. ചിലപ്പോൾ അവനിത് കണ്ടുപിടിക്കും മുക്ക് കൊണ്ടുപോകണോ എന്നൊക്കെ. അപ്പോൾ അത് ചീറ്റിപ്പോവും. ചിലപ്പോൾ ചീറ്റിപ്പോവും. അതുകൊണ്ട് നമ്മൾ ശ്രമിക്കുകയാണ് പ്രാങ്കിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുഴിച്ചിടാം. വാ, നമ്മൾ കവറിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടാണ് നമ്മൾ കുഴിച്ചിടാൻ പോകുന്നത്. ഇട്ടിട്ട് നമ്മളിത് കുഴിച്ചിടാൻ പോകുന്നു. നമ്മളിവിടെ കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഇൻട്രോ കൂടെ എടുക്കും, ഉണ്ണിക്കുട്ടനെ അറിയാതിരിക്കാൻ. അപ്പോൾ നമ്മൾ ഇൻട്രോ എടുക്കാൻ പോവാണ്. അപ്പം ഇട്ടോളി കളിക്കുന്ന ഒരു ഇൻട്രോ കൂടെ നമ്മൾ എടുക്കാൻ പോവാണ്. ഞങ്ങൾ ഇന്നൊരു ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. ആ ഗെയിമിന്റെ പേര് ഇട്ടോലി. ഞാനും കുഞ്ഞുണ്ണിയുമാണ് മത്സരിക്കുന്നത്. നന്ദിച്ചേട്ടായി 10 റൗണ്ട് ഉണ്ട്. ഞാൻ എപ്പോഴും ഒളിപ്പിക്കും. ഇമാര് കണ്ടെത്തണം. ഇപ്പം ഇവൻ കണ്ടുപിടിക്കുവാണെങ്കിൽ ഇവൻ ഒരു മാർക്ക് കിട്ടും. 10 മാർക്ക് കിട്ടണം ഫുള്ളായിട്ട്. ഓക്കെ, അപ്പൊ എല്ലാ ഇട്ടൂലി പോലെയല്ല, ഞങ്ങൾ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. നന്ദിച്ചേട്ടൻ എപ്പോഴും ഒളിപ്പിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരെയും കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കുന്ന വേപ്പം 1 പോയിന്റ്. അങ്ങനെ 10 റൗണ്ട് ഉണ്ടാവും. ആരാ ജയിക്കുന്നത് അവരെ അതുണ്ടാവും. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇതാ പിന്നെടുത്തിട്ടുണ്ട്. ഇതാണ് കളിക്കാൻ വേണ്ടി പിന്നെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ കളിക്കുന്ന സ്ഥലത്തേക്ക് പോവാം. കളിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് ഹാപ്പി കിലാഡീസ് യൂട്യൂബ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കും കൂടെ നേരെ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോകളെല്ലാം നിങ്ങളുടെ ഫോണിൽ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നു. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിത് ഒളിപ്പിക്കാൻ പോകണം. അമ്മമാർ താണ്ടെ അവിടെ ഇങ്ങനെ തിരിഞ്ഞിരിക്കും. ഒളിപ്പിക്കാൻ തുടങ്ങുന്നുള്ളൂ. ഒളിപ്പിച്ചു എന്ന് പറയണേ. നിനക്കിപ്പോ കുറച്ച് ചൂടുണ്ട്. കുഞ്ഞുണ്ണിക്ക് ഒട്ടും ചൂടില്ല. ഇപ്പൊ നിനക്ക് 2 ചൂടായി. ഇപ്പൊ കുഞ്ഞുണ്ണിക്ക് കുറെ ചൂട്. എന്റെ മോനെ, കണ്ടുപിടിക്കാൻ പറ്റുമോ? അറിയത്തില്ല. കുഞ്ഞുണ്ണിക്കാണ് പൊളിച്ചൂടാണ്. ആർക്കും കണ്ടുപിടിക്കാൻ പോലും പറ്റുന്ന സ്ഥലത്താ എല്ലാവർക്കും ചൂട്. കുഞ്ഞുണ്ണിന്റെ കാലിച്ച സ്ഥലത്ത് ഭയങ്കര ചൂടായി. ഇപ്പൊ കുറച്ച് ചൂട് കുറയാറായി. എന്റെ മോനെ, കുഞ്ഞുണ്ണി ഇപ്പൊ ആണ് ഇങ്ങനെ ഉരച്ചില്ല. ആ സ്ഥലത്ത് ഭയങ്കര ചൂട് കേട്ടോ. കുഴിച്ചാന്നും കിട്ടൂലടാ. ഭയങ്കര ചൂട്. ഉണ്ണിക്കൂടാൻ പോകുന്ന കാലത്ത് ഭയങ്കര ചൂടായി. അപ്പൊ അടുത്ത ഞാൻ ഒളിപ്പിച്ചാ കൊടുക്കുന്നത്.
ഇപ്പഴും ചൂടില്ല, ആർക്കും ചൂടില്ല. കുഞ്ഞിന് തണുപ്പാലിപ്പോ കുഞ്ഞിനെ കൊണ്ടും കൂടെ ഭയങ്കര ചൂടാ. ഇപ്പൊ കുറച്ചും കൂടി ചൂട് കൂടി. കുഞ്ഞുണ്ണി കൊണ്ടും കൂടെ ഭയങ്കര ചൂട് കേട്ടോ. മാലുണ്ട് സ്വർണ്ണാണ്. ഇതൊരു മാല പറയാട്ടോ, ഇതൊരു മാല ഫ്രണ്ട്സ്, താണ്ട ഒരു മാല ഫ്രണ്ട്സ്. നമുക്ക് അറിയില്ല ഇത് കള്ളന്മാരാണോ കുഴിച്ചിടുന്നത്. അമ്മേനോടൊന്നും ഇപ്പൊ പറയാൻ നിൽക്കണ്ട. നമ്മുടെ തൊട്ടടുത്തായിരുന്നു. എന്നാണിത്? ഇത് പോലീസ് അങ്ങനെ കണ്ട പണി കിട്ടും. ഇട്ടിട്ട് എവിടെയെങ്കിലും കൊടുത്താലോ? നിങ്ങളുടെ രണ്ടോട്ട് ഉത്തരവാദി നിങ്ങൾ രണ്ടും എടുത്തു. ഞാൻ ഇതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് പോലില്ല. അതിട്. പിന്നെന്താ ഒളിപ്പിച്ചേ? പിന്നെ ഇവിടെ ഞാൻ ഒളിപ്പിച്ചിട്ടുണ്ടോ? അതിനെ എന്താ കാണിച്ചാൽ മതി. അവിടെ ഇരിക്കുന്നു. ഞാനെടുത്ത് പ്രശ്നത്തിലാവുമ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിലിടാം. ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഒന്നും ഉണ്ണി, നീ ആട്ടോ ഇതിന്റെ ഉത്തരവാദി. ഞാനോ? നീയാണിത് എടുത്തത്. കണ്ടത്തെ എങ്ങാണ്ടാന്ന് തോന്നുന്നു. ഇത് കള്ളന്മാരെ ഇതാക്കിയതാണ്. ഇത് കണ്ടത്തെ ഇവിടെ അങ്ങനെയൊക്കെ പറയാമോ? ഉണ്ണി നീയാട്ടോ. ഞാനൊന്ന് ഉണ്ണി നീയാട്ടോ ഇത്. ഇതാ ഇത്. ഇതൊരു പ്രാങ്ക് ആയിരുന്നടാ. എടാ ഇത് ഞങ്ങളുടെ ചേച്ചിയുടെ മാലയാടാ. ഇത് ഞങ്ങളിതാ. അറിയൂല. ഇത് ആമസോണിന്റെ ഇതാടാ. ഇത് ആമസോണിന്റെ ഇതാ. ഇതുണ്ടല്ലോ, ഇത് ഞങ്ങൾ ഇതിനകത്ത് ഇട്ടിട്ട് ഇവിടെ കുഴിച്ചിട്ടു. നീ ഭയങ്കര പ്ലാനിലാണ്. ഭയങ്കര പ്ലാനിൽ. ഇത് എത്ര ദിവസത്തെ പ്ലാനാ? 2 ദിവസത്തെയാ. നീ അത് കണ്ടുപിടിക്കാറൊക്കെ പോയി. ഞങ്ങള് ഒളിച്ച് ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ അതാണ് മോനെ ഇവിടുന്നൊക്കെ എടുത്തത്. ഫ്രണ്ട്സ്, അപ്പൊ ഉണ്ണിക്കൂട്ടനെ പെട്ടെന്ന് കരയുന്ന ഞങ്ങൾ വിചാരിച്ചില്ല. അല്ലെ പുറത്തേക്കൂടെ അവരിങ്ങനെ വിഷമിച്ച് കരയുന്നു. നല്ലോണം കരയി തറ്റത്തെത്തിയല്ല. അപ്പൊ അതിന് മുമ്പേ അവന് പെട്ടെന്ന് കരഞ്ഞു തുടങ്ങി. പാടാ ഇങ്ങോട്ട്. ഫ്രണ്ട്സ്, അപ്പൊ ആ ഉണ്ണീനുള്ള കുഞ്ഞു പ്രാങ്കായിരുന്നു. സാരില്ലടാ, സാരയില്ല. ഭയങ്കര അടികൂടലാണ്. ഇവന്മാര് ഭയങ്കര അടികൂടലാണ്. എടാ വിഷമോയോടാ? പിന്നെ വിഷമോയോ? പിന്നെ ഞാനും നനച്ചേട്ടയും കൂടെ നിനക്കും തരുന്നുണ്ട് 8ന്റെ പണി. 8ന്റെ അല്ല, ഞാൻ 16ന്റെ തരുന്നു. നീ കരയിലൊക്കെ ഉണ്ട്. എന്റെ വിഷമം ഒന്നോട് കളിയാ. അപ്പൊ ഇവൻ കരയുന്നൊക്കെ ഉണ്ട്. ഇപ്പൊ കരയാലൊക്കെ നിർത്തി. കാണിച്ചു എടുക്കണ്ടേ? എന്തുവാടാ ഇത്? ഇതൊക്കെ ഒരു തമാശയായിട്ടല്ല എടുക്കണ്ടേ? അപ്പൊ നമ്മള് ഇവൻ കരച്ചിലൊക്കെ നിർത്തിയിട്ടുണ്ട്. ഹാപ്പി ആയില്ലേ? ഞാൻ ഹാപ്പി ആയി. അപ്പൊ നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇപ്പൊ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ ഇതിലും നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ ബൈ. ഇതേത് മരം? മാവല്ലേ? ചെറിയല്ലേ? നിനക്കുണ്ടല്ലോ ഈ വീഡിയോയിൽ ഉണ്ടല്ലോ, അത് കണ്ടപ്പോ നിനക്ക് ഒറിജിനൽ സാറിനായിട്ട് തോന്നിയോ? നന്ദുചേട്ടായി പറഞ്ഞപ്പോ ഇത് ഏതോ ഒരു കള്ളനെ ഒളിപ്പിച്ച് വെച്ചെന്ന് പറഞ്ഞപ്പോ ഞാനും കള്ളനെ ഒളിപ്പിച്ച് വെച്ചെന്ന്. നമുക്ക് അതിന്റെ മുമ്പ് ഞങ്ങൾ പ്രാങ്ക് ചെയ്യാൻ ഒരു ഡൗട്ടും തോന്നിയില്ല. നന്ദുചേട്ടാ നേരത്തെ നിന്നെ പ്രാങ്ക് ചെയ്താ? നേരത്തെ ഞങ്ങൾ ഇതിനു മുമ്പേ ഞങ്ങൾ ഷട്ടിൽ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ
മറ്റേ നന്ദിച്ചേട്ടൻ പ്രാങ്ക് ചെയ്യാൻ ഒരു ഗെയിമിന്റെ കാര്യം അതൊക്കെ പറഞ്ഞ് മിന്നു പ്രാങ്ക് ചെയ്യൂടാ അങ്ങനെയൊക്കെ പറഞ്ഞു. എനിക്ക് പ്രാങ്ക് ചെയ്യാന്ന് വെച്ചാൽ എനിക്കൊന്നും അറിയത്തില്ല. ഞാനൊരു വല്ല ഓടിപ്പിക്കുന്ന കളിയാണ്. പ്രാങ്ക് എന്ന് വെച്ചാൽ അറിയത്തില്ലായിരുന്നു. അത് ഞാനിവരെ കള്ളം പറഞ്ഞു പഠിപ്പിച്ചൂടാ. പ്രാങ്ക് എന്ന് പറഞ്ഞ ഒരു ഓടിപ്പ് കളിക്കുന്ന കളിയാന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ ഉണ്ടല്ലോ പറ്റിക്കാന്നുള്ളത് കേട്ടിട്ടുണ്ടോ? അത് തന്നെ അവിടെ പ്രാങ്കും പറ്റിക്ക. എനിക്കറിയത്തില്ല. നീ യൂട്യൂബ് എടുത്തു. എന്തായാലും അടുത്ത പ്രാങ്ക് നിനക്കിട്ടുള്ളത്. അതിന്റെ അപ്പുറത്തെ പ്രാങ്ക് എനിക്കും ഉള്ളത്. അതിന്റെ അപ്പുറത്തെ പ്രാങ്ക് രണ്ടുപേർക്കും ഉള്ളത്. എല്ലാവരും കണ്ടുപിടിക്കാതിരുന്നാൽ മതി. ഇപ്പൊ നിന്നെ ഒരു പ്രാങ്ക് ചെയ്തല്ലോ, ഇനി എല്ലാവരും ഒരു ഡൗട്ടായിരിക്കും അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രാങ്ക് ആയിരിക്കുമോ, എന്നെ പ്രാങ്ക് ചെയ്യാൻ, അങ്ങനെ ചിലപ്പോൾ ഡൗട്ടായിരിക്കും അല്ലേ? ഫ്രണ്ട്സ്, ഇത് സെറ്റ് ചെയ്തൊക്കെ നന്ദിച്ചേട്ടയാ. ഞാൻ വിചാരിച്ചു ഇത് തിരിച്ച് എനിക്കിട്ടങ്ങനെ ലാസ്റ്റ് പ്രാങ്ക് വരുമെന്ന്. ഉണ്ണിയൊക്കെ ആദ്യം തന്നെ അറിഞ്ഞിട്ട് ഉണ്ണിനെ പ്രാങ്ക് ചെയ്യാന്നൊക്കെ അറിഞ്ഞിട്ട് എനിക്കിട്ട് പ്രാങ്ക് വരുമെന്ന് പറഞ്ഞ് ഞാൻ പേടിച്ചിരിക്കും. നന്ദിച്ചേട്ടൻ എന്റെ കൂടെ നിന്നില്ലേ? ആരും കള്ളം പറഞ്ഞാല് ഞാൻ പറഞ്ഞുതരാന്നൊക്കെ പറഞ്ഞു. കൂടെ ഒന്ന് ചതിച്ചല്ലേ? ഞാൻ പറഞ്ഞല്ലോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ഉണ്ണീനെ വിഷമിപ്പിക്കാനൊന്നും ചെയ്ത, ഇത് ജസ്റ്റ് ഒരു തമാശക്കൊക്കെ ചെയ്താണ്. കുറേ ആൾക്കാരൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് കുറേ വീഡിയോ. അപ്പോൾ ബൈ 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 ബൈ.